ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ നടുങ്ങി നിൽക്കുകയാണ് രാജ്യം. മലയാളികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരത്തിന് പോയ സംഘത്തിൽ മലയാളികളുണ്ട്, ഒരു സൈനികൻ അവിടെ ഉണ്ട് തുടങ്ങിയ വിവരങ്ങൾ വന്നിരുന്നു. പിന്നീട് ഇവരെല്ലാം സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള അപ്ഡേറ്റ്. ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തന രംഗത്തുള്ളത് SDRFന്റെയും NDRFന്റെയും അംഗങ്ങളാണ്. അതിനു പുറമെ ITBP, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പെട്രോൾ പോലീസിന്റെയും അതുപോലെ കരസേനയുടെയും ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തന രംഗത്ത് എത്തിയിട്ടുണ്ട്. ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ 100ഓളം പേർ അകപ്പെട്ടു പോയി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. റോഡുകൾ ഒലിച്ചു പോയതോടെ ഈ മേഖലയാകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഡെറാഡൂണിൽ നിന്നും സഹായം എത്തിക്കുന്നത് അസാധ്യമായി മാറുന്നു. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂല കാലാവസ്ഥ തടസ്സമായി നിൽക്കുകയാണ്. ഉത്തരകാശിയിലെ ദുരന്ത ഭൂമിയിൽ സീറോ ഗ്രൗണ്ട് റിപ്പോർട്ടുമായി അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദുരന്ത സ്ഥലത്തെത്തിയ ആദ്യ മലയാള വാർത്താ സംഘമാണ് മാതൃഭൂമി ന്യൂസിൻ്റേത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തരകാശിയിലേക്ക് പോകുന്ന, ഉത്തരകാശിയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ്. എനിക്ക് പുറകിലായി കാണുന്നത് ഈ ഭാഗീരഥി നദിയാണ്. നദിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്താകെ, ഉത്തരകാശി ജില്ലയിലാകെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഉത്തരകാശി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഉത്തരകാശി ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. ഉത്തരകാശി ടൗണിന് ശേഷമാണ് ധാരയിലെയും അതുപോലെ തന്നെ ഹാർഷിലും എല്ലാം തന്നെ വരുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് പലയിടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകാനുള്ള വഴി അത് വലിയ രീതിയിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊക്കെയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ ആ കല്ല് മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരകാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വഴി, അത് ഡെറാഡൂണിൽ നിന്നും മുസൂരി വഴിയുള്ള വഴിയാണ്. ആ റോഡിലൂടെയുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. മറ്റുള്ള റോഡുകളിലെല്ലാം ഇത്തരത്തിൽ കനത്ത മഴയും അതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഈ സൈനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നേരത്തെ തന്നെ തമ്പടിച്ചത് കൊണ്ടാണ് ആളുകളെ പെട്ടെന്ന് തന്നെ ഈ ധാരാളി ഗ്രാമത്തിൽ നിന്നും ആളുകളെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി ഗംഗോത്രി അടക്കമുള്ള മേഖലകളിലേക്ക്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 120 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 60 പേരോളം ഇപ്പോഴും എവിടെയാണെന്ന് അറിയാതെ അവർ കാണാതായി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ എണ്ണം 5 എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. ഈ 60 പേരെ സംബന്ധിച്ചുള്ള വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സൈനികരും ജവാന്മാരും എന്തായാലും രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും. പ്രത്യേകിച്ചും ഈ ക്യാമ്പിൽ നിന്ന് ഈ 11 പേരെ കാണാതായിരുന്നു. അതിൽ 2 പേരെ ലഭിച്ചിട്ടുണ്ട്, അതായത് കണ്ടുകിട്ടിയിട്ടുണ്ട്. മറ്റ് 9 പേരെ കൂടി, 9 സൈനികരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും ഉത്തരാഖണ്ഡിൽ ആകെ വളരെ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളെയും, രക്ഷാപ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് ഗതാഗതം അത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് പോകാനുള്ള ഗതാഗതം ഉള്ളത് ഡെറാഡൂണിൽ ഇറങ്ങി ഡെറാഡൂണിൽ നിന്നും മുന്നോട്ട് പോവുക എന്നുള്ള വഴി, അതും വാഹന ഗതാഗതം സാധ്യമാകുന്നത് മുസൂരി വഴിയുള്ള ഒരു പാത മാത്രമാണ്. അതിലപ്പുറത്തേക്ക് പലയിടത്തും ഈ ദേശീയപാത 34 പോകുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതായത് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തൊട്ടടുത്ത അയൽ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് സർക്കാരും അവരുടെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. ഹാർഷിൽ ടൗണിൽ നിന്നും ധാരാളിയിലേക്കുള്ള ആ പാത അത് പലയിടത്തും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. നമുക്കിപ്പോൾ സർവ്വതും വിഴുങ്ങി മുന്നോട്ട് കുതിക്കുന്ന
നദിയുടെ ഭാഗീരഥി നദിയുടെ ആ രൗദ്ര ഭാവം പൂണ്ട കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഉത്തരകാശി ടൗണിൽ നിന്നും ഞാൻ ഏറെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് ഹാർഷിലിലേക്ക് എത്താൻ സാധിക്കും. പിന്നീട് അവിടെ നിന്നാണ് 5-6 കിലോമീറ്റർ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാലി എത്തുക. ധാരാലിയിലേക്കുള്ള വഴി പക്ഷേ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു. ഈ ഉത്തരകാശി എത്തുന്നത് വരെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് ഇവിടെ വരെയെങ്കിലും എത്താൻ സാധിച്ചത്. ഇപ്പോഴും ഒരു ഭീഷണി ഈ പ്രദേശത്ത് ആകെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ നദിയുടെ ആ ഒരു ഭാവം എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇപ്പോഴും ഇവിടെ ഒരു പ്രളയ സാധ്യത നിൽക്കുന്നുണ്ട്, മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ട്, കനത്ത മഴയാണ്. പൊതുജനങ്ങളുടെ സഹായം ഇവിടെ തേടുന്നില്ല. പൊതുജനങ്ങളെ എല്ലാം തന്നെ പരമാവധി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളൊരു നടപടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തന രംഗത്തുള്ളത് SDRFന്റെയും NDRFന്റെയും അംഗങ്ങളാണ്. അതിനു പുറമെ ITBP, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പെട്രോൾ പോലീസിന്റെയും അതുപോലെ കരസേനയുടെയും ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തന രംഗത്ത് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു പുതിയ വിവരം, 13 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്ന് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് വ്യക്തമാക്കുകയാണ്. 100 പേർ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന വിവരവുമുണ്ട്. വൈകിട്ടോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റും എന്നാണ് ITBP വക്താവ് കമലേഷ് കമൽ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ ഒരു മൃതശരീരവും കണ്ടെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അർജുൻ പീതാംബരൻ ദുരന്ത മേഖലയിൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അർജുൻ, ഇതുൾപ്പെടെ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക? മലയാളി സംഘം വിനോദസഞ്ചാരികൾ ഈ അപകട മേഖലയിൽ പെട്ടുപോയെന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം സുരക്ഷിതരാണ് എന്ന് ബന്ധുക്കൾ തന്നെ അറിയിക്കുകയുമാണല്ലോ. പ്രത്യേകിച്ച് മലയാളി സംഘം എല്ലാവരും സുരക്ഷിതരാണ്. മലയാളി സൈനികരും, അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, എല്ലാവരും സുരക്ഷിതരാണ്. നമ്മളിപ്പോൾ ബട്ട്വാടി എന്ന് പറയുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ബട്ട്വാടിയിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില കാഴ്ചകൾ, രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും. നേരെ നോക്കിയാൽ അവിടെ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലാണ് BRO ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ബട്ട്വാടിയാണ്. ഇവിടെ നിന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗൻഗാവൺ, അതിൽ നിന്നും മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഹർഷിലും പിന്നീട് ഈ ദുരന്തം നടന്നിട്ടുള്ള മേഖലകളെല്ലാം തന്നെ ദർശിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് NH-34 ഭാഗമാണ്. ഇവിടെ റോഡിന്റെ ഭാഗം ഒലിച്ചു പോയിരിക്കുന്നു. ഇവിടെ പാറക്കെട്ടുകളെല്ലാം തന്നെ വീണ്ടും ഇടിച്ചിറക്കി ഒരു റോഡ് പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BRO ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വൈകിട്ടോടുകൂടി പൂർത്തിയാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും 15 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു പാലം വരും. ആ പാലം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ്. ഈ കുത്തി ഒലിച്ചു വന്ന പ്രളയജലത്തിൽ അത് ആ പാലത്തെ കവർന്നെടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. പാലത്തിന് പകരം അവിടെ ഒരു ബെയിലി പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ വയനാട്ടിൽ കണ്ടിട്ടുള്ളതാണ് ബെയിലി പാലം നിർമ്മിക്കുന്നതും അതിലോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത വളരെയധികം വേഗത്തിലാക്കുന്നതും. സമാനമായി തന്നെ ഒരു ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ട് അവിടെ നിന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി എന്തായാലും BRO നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നും 20 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഹർഷിലിൽ എത്താൻ സാധിക്കുള്ളൂ. പിന്നീട് അവിടെ നിന്നും 5 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ ദുരന്ത സ്ഥലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ അറ്റകുറ്റപ്പണികൾ, റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായാലേ ഇവിടെ നിന്നും പുറത്തു നിന്നും, പ്രത്യേകിച്ചും ഡെറാഡൂണിൽ നിന്നുള്ള NDRFന്റെയും സൈന്യത്തിന്റെയും സംഘങ്ങളെ ഉപകരണങ്ങളോടുകൂടി അകത്തേക്ക് ഈ മേഖലകളിലേക്ക്, ദുരന്തം നടന്ന മേഖലയ്ക്കടക്കം എന്തായാലും വിന്യസിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എത്തിയിട്ടുള്ള സുരക്ഷാ സേന ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 413 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ 100 പേര് ഇപ്പോഴും പലയിടത്തുമായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കൂടി കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. നോക്കൂ, ഈ ഉത്തരകാശിയിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പരക്കെ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അല്പം ആശ്വാസമുണ്ടായിരുന്നു. അതായത് മഴയെല്ലാം മാറി രക്ഷാപ്രവർത്തനം, ഈ റോഡ് ഗതാഗതം അത് വീണ്ടും പ്രയോഗമാക്കുന്ന രീതിയിലേക്കുള്ള രക്ഷാപ്രവർത്തനം എല്ലാം വേഗത്തിലാക്കിയിരുന്നു. ഹെലികോപ്റ്ററുകൾ, അതിൽ എയർ ആംബുലൻസ് സർവീസുകൾ വേഗത്തിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. തുടർന്നും മഴയുണ്ടാകും, അടുത്ത മണിക്കൂറുകളിലും മഴയുണ്ടാവും. അതൊരു പക്ഷേ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തേക്കാം. ഉത്തരകാശിയിൽ നിന്നാണ് തത്സമയ വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകിയത്. അവിടെ ശ്രമകരമായൊരു ദൗത്യമാണ് ഇപ്പോൾ ദുരന്തബാധ മേഖലയിലേക്ക്
കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള റോഡ് നന്നാക്കുകയാണ്. അതിനുശേഷം ബെയിലി പാലം ഉൾപ്പെടെ നിർമ്മിച്ച് വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. അതേസമയം നേരത്തെ തന്നെ സൈനികർ രക്ഷാപ്രവർത്തനത്തിൽ ദരാലിയിൽ ഏർപ്പെടുന്നുണ്ട്. വ്യോമമാർഗവും എത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. വ്യോമമാർഗവും കുറച്ചുപേരെ എത്തിച്ചു എന്ന വിവരം ഉൾപ്പെടെയാണ് ഇന്ന് രാവിലെ മുതൽ വരുന്നത്. അർജുനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ധരാലിയിലേക്ക് ഉത്തരകാശിയിലെത്തിയ മുഖ്യമന്ത്രി ദുരന്തബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാമി ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. 130 പേരെ രക്ഷിച്ചുവെന്നും രക്ഷാപ്രവർത്തകരെ സ്ഥലത്തെത്തിക്കാൻ ബുദ്ധിമുട്ടുന്നുവെന്നും പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. अभी जो हमारा कल धराली की आपदा आई है, उस आपदा में सभी एजेंसियां हमारी वहां पर काम कर रही है. सेना के लोग भी काम कर रहे हैं. बचाव और राहत के काम में आईटीबीपी भी लगी है, एनडीआरएफ, एसडीआरएफ और स्थानीय लोग, सभी लोग आगे आकर, हमारे जनप्रतिनिधि भी सभी लोग बचाव के काम में लगे हैं. कल लगभग 130 के लगभग लोगों को रात को रेस्क्यू किया गया है और अभी लगातार खोजबीन जारी है. रास्ते में चूंकि काफ़ी ज़्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है और कुछ पुल भी जो है क्षतिग्रस्त हो गए हैं. उसके कारण से वहाँ पर पहुँचना भी मुश्किल हो रहा है.